വികസനം പ്രഖ്യാപനങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ, തറക്കല്ലിടികളിലൂടെ മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യമായിട്ടില്ല കൊട്ടാരക്കരയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യമായത് ഐഷാ പോറ്റി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പൊൻതൂവലെടുത്ത് തലയെ വെച്ചിട്ട് ഞാനാണെന്ന് പറയുന്ന വികസനമാണ് കൊട്ടാരക്കരയിൽ നടന്നിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ ഞങ്ങളത് ബൈപ്പാസ് എന്തുകൊണ്ട് ധനകാര്യമന്ത്രി കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ബൈപ്പാസ് ഇതേവരെ സർവേ കഴിഞ്ഞിട്ടില്ല? ഇപ്പോൾ ഇലക്ഷൻ എടുക്കാൻ പോയപ്പോൾ അവർ സാറ്റലൈറ്റ് മാപ്പൊക്കെ വിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് KSRTC, നിങ്ങൾക്കറിയാമല്ലോ കൊട്ടാരക്കര ഏറ്റവും കൂടുതൽ അനാശാസ്യ പ്രവർത്തനം നടക്കുന്ന KSRTCക്കകത്ത് രാത്രികാലങ്ങളിൽ. നിങ്ങൾ കൊട്ടാരക്കരയിലോട്ട് അല്ലല്ല കൊട്ടാരക്കരക്കാർ സാമൂഹ്യ വിരുദ്ധരൊന്നല്ല, പുറത്ത് പോകാൻ കൊട്ടാരക്കര ഇവരുടെ കാലത്ത് ഏതോ ഒരുത്തം വന്ന് വെളിയിൽ കിടന്ന് ട്രാൻസ്പോർട്ട് ബസ് എടുത്തുകൊണ്ട് പോയാൽ അറിയാമല്ലോ. ട്രാൻസ്പോർട്ട് ബസ് മോഷണം നടന്ന സ്ഥലമാണ് കൊട്ടാരക്കര. ഞാൻ പറഞ്ഞത് ഈ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ടുള്ളവർ അവരുടെ സാമൂഹ്യ വിരുദ്ധ പണി, അനാശാസ്യ പണി നടത്താൻ അവർ ഉപയോഗിക്കുന്ന സ്ഥലം ഇന്ന് KSRTC ബസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിന് പുറത്ത് നാഷണൽ ഹൈവേയുടെ സൈഡിലായി ഈ കിടക്കുന്ന ബസ്സുകളിൽ നിന്ന് എത്ര ലിറ്റർ ഡീസലാണെന്നറിയാമോ ഓരോ ദിവസങ്ങളും ചോർന്നു പോകുന്നത്? ഇതിനെക്കുറിച്ച് അന്വേഷണമുണ്ടോ? അനാശാസ്യ നടപടിക്കെതിരെ നടപടിയുണ്ടോ? ആ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കാനോ ഈ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നുള്ള സൗകര്യം ചെയ്യാനോ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഐഷാ പോറ്റി കൊണ്ടുവന്ന KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ അവിടെ തലയോർത്തി നിൽക്കുന്നത്? 5 വർഷം കൊണ്ട് ബാലഗോപാൽ വരുന്നു എന്ന് പറയാമെന്നല്ലാതെ എന്ത് വികസനം കൊണ്ടുവന്നു? കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തറക്കല്ലിട്ട അന്നത്തെ ചെയർമാൻ ഷാജു പറഞ്ഞത് ഈ ഒരാഴ്ചയ്ക്ക് വെച്ച് പണി തുടങ്ങിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കൗൺസിൽ സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട ഷാജു അത് നടപ്പിലാക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കാം. മുൻ ചെയർമാനായിരുന്നു. അതിനുശേഷം വന്ന SR രമേശ് നടപ്പാക്കിയിട്ടുണ്ടോ? നിങ്ങളിവിടെ നടപ്പാക്കിയിട്ടുണ്ട് നിലം നികത്താൻ, മണ്ണ് കുന്നിടിക്കാൻ, ഇതിനൊക്കെയുള്ള അനധികൃതമായ സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ചെയർമാന്മാരായിരുന്നപ്പോൾ ഇവിടെ എല്ലാ കുന്നിടിപ്പും ഈ കൊട്ടാരക്കരയുടെ ഞാൻ ഇന്നും പോയി ഏതാണ്ട് നമ്മുടെ ജേക്കബ് വർഗീസ് വടക്കടത്തിൻ്റെ വീടിൻ്റെ അതുവഴി ഞാൻ കരിക്കത്തേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം അവിടെ വന്ന് കാണാൻ പോയതാണ്. ആ കാണാൻ പോയ വഴിക്ക് അവിടെ കുന്ന് മൊത്തം ഇടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ MC റോഡിൻ്റെ സൈഡ് മൊത്തം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിക്കകത്ത് കുന്ന് മൊത്തം ഇടിച്ചുകൊണ്ടിരിക്കുക. ഇതുകൊണ്ടൊന്ന് വയലിലിട്ട് നികത്തുക. അനധികൃതമായ നടപടിയിലേ നടക്കുന്നത്, അനധികൃതമായ കെട്ടിട നിർമ്മാണം. ഒരു നിർമ്മാണം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ SR രമേശ് ചെയർമാനായിരിക്കുമ്പം കൊട്ടാരക്കര ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന് എന്തൊരു ഷവർമ എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് റോഡിലോട്ട് നീട്ടി ഒരു ഏതാണ്ട് മറ്റേ ചിലരുടെയൊക്കെ പല്ലിങ്ങനെ ഉന്തിയിരിക്കുന്നോണം ഇങ്ങനെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിനെ അഭംഗിയാക്കിക്കൊണ്ട് ഒരു ഷെഡ് അടിച്ചിട്ടുണ്ട്. അത് നാഷണൽ ഹൈവേയോട് ചേർന്ന്. ഈ ഒരു നാഷണൽ ഹൈവേയുടെ പുറംപോക്ക് സ്ഥലമല്ല എന്ന് SR രമേശിനത് പറയാൻ കഴിയുമോ? അത് KSRTCയുടെ സ്ഥലമാണോ? ആ നാഷണൽ ഹൈവേയുടെ പുറംപോക്കൂടെ ചേർന്നല്ലേ അവർ ആ ഷെഡ് നിർത്തിയിരിക്കുന്നത്? അത് തന്നെ അനധികൃത നിർമ്മാണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം. അങ്ങനെ എത്ര അനധികൃത നിർമ്മാണം. നിങ്ങൾ ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് മുമ്പ് നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിന് നിങ്ങൾ ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിന് നിങ്ങൾ തറക്കല്ലിട്ടു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്. ഇത്രയും നാൾ നിങ്ങൾ അതാ ശിലാസ്ഥാപനം. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് തുടക്കം കുറിച്ച ശ്രീമതി ഐഷാ പോറ്റിയാണ്. അവർ MLA ആയിരുന്നപ്പോഴാണ് ചീഫ് ടൗൺ പ്ലാനറുമായി ഇതുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്തതിൻ്റെ രേഖകളുണ്ട്. ആ KIP എന്ന് പറയുന്ന രവിനഗറിലെ KIP എന്നുള്ള സ്ഥലത്തേക്ക് നഗരസഭ മാറ്റി അവിടെ കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള കത്ത് ഇടപാടുകൾ നടത്തിയത് ഐഷാ പോറ്റിയുടെ കാലത്താണ്. പിന്നെ വീണ്ടും ഈ 5 വർഷം അത് ഇതേവരെ അനങ്ങിയിട്ടുണ്ടോ? ഈ തറക്കല്ലിട്ടതല്ലാതെ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഓരോരുത്തരത്തും ഓരോന്ന്. കൊട്ടാരക്കരയിലെ ട്രാഫിക്കിൻ്റെ ഗതാഗതക്കുരുക്കിൻ്റെ കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപയുടെ പൈസ ചെലവാക്കി ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം സംസ്ഥാനത്തെ നിർമ്മാണോദ്ഘാടനം കൊട്ടാരക്കര നടത്തി. പുലമൺ തോടിൻ്റെ അവസ്ഥ ഇന്നെന്താ? ഞാൻ കൊട്ടാരക്കര നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഇപ്പോഴും കൊട്ടാരക്കര പുലമൺ തോട്ടിലോട്ടല്ലേ പോകുന്നത്? കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പുലമൺ തോടിൻ്റെ? അപ്പോൾ നിങ്ങൾ ഒരു വശത്ത് നിങ്ങൾ വീരവാദവും ആദർശവും പറയും, ഒരു വശത്ത് നിങ്ങൾ അഴിമതിയും അതേപോലെ തന്നെ നിങ്ങൾ സ്വജനപക്ഷപാതവും നടത്തുന്നു. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു മന്ത്രിയല്ലേ കൊട്ടാരക്കരയിലുള്ളത്? അദ്ദേഹം അല്ലാതെ എന്ത് ചെയ്യുന്നു? പാവപ്പെട്ടവൻ അവിടെ ചെന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഒരു ജപ്തിയായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പാവം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആ മന്ത്രിയുടെ ഓഫീസിന് കഴിയുന്നുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങളൊരു പക്ഷേ അത് ചോദിക്കുന്ന അല്ലെങ്കിൽ അത് പറയുന്ന ഐഷാ പോറ്റി വെല്ലുവിളിച്ചു എന്ന് പറയുന്നത് ഐഷാ പോറ്റി കൊണ്ടുവന്ന സ്കിൽ പാർക്ക്. നിങ്ങൾക്കറിയാം കുളക്കടയിൽ അനുവദിച്ച ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് അനുവദിച്ച സ്കിൽ പാർക്ക് അത് കൊട്ടാരക്കരയിൽ അനുവദിച്ചു ഐഷാ പോറ്റി കൊണ്ടുവന്നു. ആ സ്കിൽ പാർക്കിലൂടെ എത്ര പേർക്കാണ് ഇന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നത്? നിങ്ങളുടെ ഈ സോഹോ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇതേവരെ കൊട്ടാരക്കരക്കാർക്ക് എത്ര പേർക്ക് അവിടെ ജോലി കിട്ടിയെന്ന് നിങ്ങൾക്ക് പറയാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വർക്ക് നിയർ ഹോം
വർക്ക് നിയർ ഹോമിന് ഒരു സ്പേസിന് 4000 രൂപയാണ്. വർക്ക് നിയർ ഹോം നിങ്ങൾ ഒരാൾ പോലും പ്രതികരിച്ച് കണ്ടില്ലല്ലോ. വർക്ക് നിയർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് പ്രതികരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പ്രതികരിച്ചാലും നാണമില്ലാത്തവരുടെ കാലത്ത് ഈ പ്രതികരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശബരിമല ഭഗവാന്റെ സ്വർണം കട്ടവർക്ക് ആ നാണമില്ലാത്തവന്മാരുടെ അടുത്ത് ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന അയ്യപ്പൻ്റെ പോലും ശബരിമല വിശ്വാസികളുടെ പോലും അവിടെ കൊണ്ടിടുന്ന ദക്ഷിണയും അവിടെ കൊണ്ടിടുന്ന വഴിപാടും അടിച്ചു മാറ്റി, ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റി അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഈ നേതാക്കന്മാർക്ക് കൊട പിടിക്കാൻ വേണ്ടിയാണ് ഐഷ പോറ്റിക്കെതിരെയുള്ള ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങളുമായി അവർ വരുന്നത്. നിങ്ങൾ വാഹന പ്രചരണം ജാഥ നടത്തിയാൽ ഞങ്ങളത് കൗണ്ടർ ചെയ്യാനുള്ള സംവിധാനം എന്താണെന്ന് അത് ചെയ്യാനുള്ള സംഘടനാ ബലം, സംഘടനയുടെ ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് കൊട്ടാരക്കരയിലുണ്ട്. ഒരു സംശയം വേണ്ട. ഏത് വിധേനയായാലും ശരി ഐഷ പോറ്റിയെ ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും. അവരെ ഞങ്ങൾ തഴയുകയില്ല, അവർ അനാഥയാവില്ല എന്ന് പറയാനാണ്. അവരെ വെയിലത്ത് നിർത്തത്തില്ല. ഇല്ല, ഉറപ്പായിട്ടും ജയിപ്പിച്ചിരിക്കും. ഓക്കെ, അവർ സ്ഥാനാർത്ഥിയാണെങ്കിൽ. നിങ്ങളുടെ അടിയുറച്ച വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട റോഡുകളും മറ്റേ റോഡുകളും മരച്ച റോഡുകളും കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഒരു KSRTC കൊട്ടാരക്കരയിലെ ഗ്രാമീണ മേഖലയിലുള്ള ഗതാഗതം മുഴുവൻ നിർത്തി. കൊട്ടാരക്കരയിൽ KSRTCയിൽ നിന്ന് ദീർഘദൂര ബസ്സുകൾ ഉണ്ടായിരുന്നു ബാലകൃഷ്ണന്റെ കാലം തൊട്ട്. അതെല്ലാം നിർത്തി. ഇപ്പോൾ വേളാങ്കണ്ണി ഉണ്ടോ? ഞാൻ ചോദിക്കുക, വേളാങ്കണ്ണി ഉണ്ടോ? ഇപ്പോൾ വേളാങ്കണ്ണി കൊടിക്കുന്ന് സുരേഷ് കൊണ്ടുവന്ന വേളാങ്കണ്ണി ട്രെയിനിലാണ് ജനങ്ങൾ പോകുന്നത്. വേളാങ്കണ്ണിക്ക് കൊട്ടാരക്കരയിൽ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ അന്തർ സംസ്ഥാന ബസ്സുകൾ നിർത്തലാക്കി. പിന്നെ ഗ്രാമീണ മേഖലയിൽ KSRTC ബസ്സില്ല. ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു നയമാണ് ഇന്നത്തെ ധനകാര്യമന്ത്രിയുടെ നയം. ആ ധനകാര്യമന്ത്രി കൊട്ടാരക്കരയ്ക്കെന്നല്ല കേരളത്തിൽ പോലും സമ്പൂർണ്ണ പരാജയമാണെന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല.